GJ Gold and Diamonds ഓണം വാർഷിക ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 30 വരെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 100 ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കും. ഏവർക്കും GJ Gold and Diamondsന്റെ ഓണാശംസകൾ. GJ Gold and Diamonds, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ സെപ്റ്റംബർ 25 നടത്തുന്ന പാർലമെന്റ് ധർണ, പറവട്ടാനി CCF ഓഫീസ് ഉപരോധം എന്നിവയ്ക്ക് മുന്നോടിയായുള്ള ജില്ലാ വാഹന പ്രചരണ ജാഥയ്ക്ക് വടക്കാഞ്ചേരിയിൽ സ്വീകരണം നൽകി. വന്യജീവികൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി മനുഷ്യജീവനും കൃഷിയും നശിപ്പിക്കുന്നത് തടയുവാൻ വനം വന്യജീവി നിയമത്തിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തുക, വനവും ജനവാസ മേഖലയെയും വേർതിരിക്കുന്നതിന് മതിലുകളും വേലികളും ട്രെഞ്ചുകളും സ്ഥാപിക്കുക, വന്യജീവി ആക്രമണത്തിൽ മരണപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കും കൃഷി നശിച്ചവർക്കും നഷ്ടപരിഹാരം കാലോചിതമാക്കുക, വന്യജീവികളുടെ എണ്ണം അധികമാകുന്നത് നിയന്ത്രിക്കുക, പന്നി ഉൾപ്പെടെയുള്ള അക്രമകാരികളായവയെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കുക, ഉൾവനങ്ങളിൽ മൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള കർഷക സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറി AS കുട്ടി ജാഥ ക്യാപ്റ്റനും ജില്ലാ പ്രസിഡന്റ് PR വർഗീസ് വൈസ് ക്യാപ്റ്റനും TA രാമകൃഷ്ണൻ മാനേജറുമായ ജില്ലാ വാഹന ജാഥയ്ക്ക് വ്യാഴാഴ്ച 11 മണിയോടെ വടക്കാഞ്ചേരിയിൽ സ്വീകരണം നൽകി. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നൽകിയ സ്വീകരണ യോഗത്തിൽ കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം MS സിദ്ധൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ MM അവറാച്ചൻ, KV സാജു, PI സജിത, PA ബാബു, M ബാലാജി, സെബി ജോസഫ്, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, കർഷക സംഘം ഏരിയ സെക്രട്ടറി TV സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് ജാഥ വൈസ് ക്യാപ്റ്റൻ PR വർഗീസ് യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. വന്യജീവികളുടെ ക്രൂരമായ ആക്രമണത്തിന് തടയിടാൻ ഉതകുന്ന രൂപത്തിലേ അല്ല, അതിന് പല കാറ്റഗറികൾ തിരിച്ചിട്ടുണ്ട്. അത് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഇന്നത്തെ വസ്തുനിഷ്ഠമായ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടല്ല. അതുകൊണ്ടാണ് കേരളത്തിലെ നിയമസഭ, അവിടെ കക്ഷി രാഷ്ട്രീയമൊന്നും ഉണ്ടായിരുന്നില്ല, ഏകകണ്ഠമായ ചില നിർദ്ദേശങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിക്കുകയുണ്ടായി. ആ കടലാസ് മറച്ചു നോക്കിയിട്ടില്ല. ആ കാര്യം നമ്മൾ നിർദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ 620 കോടി രൂപയുടെ പാക്കേജാണ് കേന്ദ്ര ഗവൺമെന്റ് മുമ്പിൽ ഈ സംസ്ഥാന നിയമസഭ സമർപ്പിച്ചത്. എന്തായാലും സംസ്ഥാന നിയമസഭയ്ക്ക് അധികാരമൊന്നുമില്ലേ? അവർക്ക് സ്റ്റേറ്റിന്റെ കാര്യത്തിൽ പറയാനുള്ള അവകാശമില്ലേ? അതിനോട് കൂറ് പുലർത്തുന്ന ആളുകൾ പ്രതികരിക്കേണ്ട കേന്ദ്ര ഭരണാധികാരികളാണ്. ജാഥ ക്യാപ്റ്റൻ AS കുട്ടി സ്വീകരണ യോഗത്തിന് നന്ദി അറിയിച്ച് സംസാരിച്ചു. ഇന്ത്യ ഗവൺമെന്റ് ഈ നിയമം 5 ഷെഡ്യൂളുകളിലാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ്. വംശനാശം നേരിടുന്നവ, സംരക്ഷിക്കേണ്ടവ, കൂടുതൽ സംരക്ഷിക്കേണ്ടവ, പിന്നെ ക്ഷുദ്രജീവികൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള 5 ഷെഡ്യൂളുകളാണ്. ഈ 5 ഷെഡ്യൂളിൽ നമ്മളിപ്പോൾ ഏറ്റവും അധികം പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ ആക്രമിക്കുന്ന കാട്ടുപന്നികൾ, അതുപോലെ തന്നെ മുള്ളംപന്നി, കുരങ്ങ് ഇത്യാദി പിന്നെ മൃഗങ്ങൾ ഷെഡ്യൂൾ 3-ലാണ് വിട്ടിരിക്കുന്നത്. അവരെ തൊടാൻ പോയാൽ ട്രാൻസ്ഫോർമർ പിടിച്ച മാതിരി. അപ്പം അതുകൊണ്ട് ഒരു രക്ഷയില്ല. എന്നാൽ കേരളത്തിൽ പന്നിയെ വെടിവെച്ചു കൊല്ലാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക്, ഇവിടെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള മുനിസിപ്പൽ ചെയർമാൻമാർക്കൊക്കെ അധികാരം കൊടുത്തിട്ടുണ്ട്. തോക്ക് കൊടുത്തിട്ടില്ല, ലൈസൻസും കൊടുത്തിട്ടില്ല. അപ്പോൾ പന്നിയെ പിടിക്കണമെങ്കിൽ പന്നിയുടെ വരവ് നോക്കി പിന്നെ കാത്തിരിക്കണം, അതിന് വെടിക്കാർ വേണം, അവർക്ക് ലൈസൻസും വേണം. എന്നിട്ടോ ആ പന്നിയെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വരും, അവർ പോസ്റ്റ്മോർട്ടം നടത്തും. വെടിവെച്ചതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലായാൽ അതിലേക്ക് മണ്ണെണ്ണ ഒഴിക്കും. ഏത് ഈ പന്നിയുടെ ഇറച്ചിയിലേക്ക്. എന്നിട്ട് അത് കുടിച്ചിടും. നമ്മൾ മനുഷ്യരാണെങ്കിൽ വായിക്കരി വയ്ക്കുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഇതിന് മണ്ണെണ്ണയാണ്. ഇതാണ് ഇതിൻ്റെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ രീതി. വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. VCV ന്യൂസ്, വടക്കാഞ്ചേരി.